ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ മോണരോഗങ്ങൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ? ഇതിനുത്തരമായി തീർച്ചയായും മോണരോഗങ്ങൾ ഹാർട്ട് അറ്റാക്കിലോട്ട് നയിക്കാനുള്ള വളരെ ചാൻസസ് കൂടുതലാണ്. ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഈ വായിൽ ഉണ്ടാകുന്ന മോണരോഗങ്ങൾ ഹാർട്ട് അറ്റാക്കിലോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ്. മോണരോഗങ്ങൾ പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. ഇതുമൂലം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയും സ്വാഭാവികമായി കൂടുന്നു എന്നു കരുതി മോണരോഗമുള്ള എല്ലാവരിലേക്കും ഹാർട്ട് ഡിസീസ് വരണമെന്ന് ഇല്ല. പക്ഷേ റിസർച്ചുകൾ പറയുന്നത് നല്ലൊരു ശതമാനം ആളുകളിൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവാൻ ഉള്ള ചാൻസ് ധാരാളമായി ഉണ്ട്. ഇതുപോലെ തന്നെ മോണരോഗങ്ങൾ ഉള്ളവരിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷുഗർ, പ്രമേഹം, കിഡ്നി ഡിസീസ്, വൃക്ക സംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ അൾഷിമേഴ്സ് ഡിസീസ്, അല്ലെങ്കിൽ നമ്മൾ ഗർഭിണിയായി ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന വായിലൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ചാൻസസ് കൂടുതലാണ്. ഇത് എങ്ങനെയാണ് ഈ വായിലെ മോണയിലുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്ത് എത്തുന്നത് നമുക്ക് നോക്കാം. മോണയിലുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തോട്ടും ബ്ലഡ് സ്ട്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തധമനിയുടെ വഴിയാണ് ശരീരത്തിൻ്റെ മറ്റും ഭാഗങ്ങളിൽ ചെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് അറിയാം, നമ്മുടെ വായിൽ ധാരാളം ബാക്ടീരിയകൾ ഉണ്ട്. അവ നമ്മുടെ ശരീരത്തിന് നല്ല ആയിട്ടുള്ള ബാക്ടീരിയ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗുഡ് ബാക്ടീരിയ ഉണ്ട്. ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഹാനികരമായിട്ടുള്ള ബാഡ് ബാക്ടീരിയകളും ഉണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ പല്ലിൽ വെളുത്ത രീതിയിലുള്ള സബ്സ്റ്റൻസ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നതാണ്. ഇതിന് പറയുന്ന പേരാണ് പ്ലാക്ക് എന്ന് പറയും. ഈ പ്ലാക്ക് നമ്മൾക്ക് ബ്രഷിങ്ങിലൂടെയോ ഫ്ലോസിങ്ങിലൂടെയോ നമ്മൾക്ക് കളയാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ 24 hours ആയിട്ടും നമ്മൾ ഇത് നീക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കാൽസിഫൈ ചെയ്ത് ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസായി മാറും. ഇതിന് പറയുന്ന പേരാണ് കാൽക്കുലസ് എന്ന് പറയുന്നത്. ഈ ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മൾക്ക് ബ്രഷ് ചെയ്താലോ ഫ്ലോസ് ചെയ്താലോ നമ്മൾക്ക് ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നത് അല്ല. ഇത് പ്രൊഫഷണലി ആയി ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഇത് സ്കെയിലർ ഉപയോഗിച്ച് നമ്മൾക്ക് ഇത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു കാൽക്കുലസ് നമ്മുടെ പല്ലിൽ വന്ന് നമ്മുടെ മോണയോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് വന്ന് പറ്റി പിടിച്ച് ഇരിക്കുകയും ഇത് നമ്മുടെ മോണയെ താഴത്തോട്ട് ഇറക്കുകയും അതുവഴി ഈ മോണയുടെ അടിയിൽ ഉള്ള എല്ലിൻ്റെ ബലം കുറയുകയും അല്ലെങ്കിൽ എല്ലിനെ ദ്രവിപ്പിച്ച് അതിൻ്റെ ബലം കുറയുകയും അതുവഴി നമ്മുടെ പല്ലുകൾ കൊഴിഞ്ഞു പോവാനുമുള്ള ചാൻസുകൾ ധാരാളം ഉണ്ട്. ഇങ്ങനെ ഇതുവഴിയും ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും അഫക്റ്റ് ചെയ്യുന്നതാണ്. മോണരോഗം തുടങ്ങുന്ന സമയത്ത് മോണയിൽ ഒരു ചെറിയ വീക്കം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ചെറിയ വീക്കത്തിന് പറയുന്ന പേരാണ് ജിഞ്ചവൈറ്റിസ്. എന്നാൽ ഇത് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയിട്ടുള്ള പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞ സ്റ്റേജിലോട്ട് പോകുന്നതാണ്. ഈ പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേജിലാണ് നമ്മൾക്ക് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ടും അഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ കാൽക്കുലസിൽ അടങ്ങി ഇരിക്കുന്ന ബാക്ടീരിയകൾ നമ്മുടെ മോണരോഗം കൂട്ടാനും മോണയുടെ ആരോഗ്യം കുറയ്ക്കാനും കാരണമാകുന്നു. സ്ഥിരമായി ബ്രഷ് ചെയ്യുന്നതിലൂടെയും ഫ്ലോസിങ്ങിലൂടെയും 6 മാസം കൂടുമ്പോൾ നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതിലൂടെയും നമ്മൾക്ക് നമ്മുടെ വായുടെ ശുചിത്വം നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വായുടെ ശുചിത്വം നമ്മൾ എന്തായാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അതിൽ ഒരു വിട്ടുവീഴ്ചയും വരാൻ പാടുള്ളത് അല്ല.
നമ്മളുടെ വായുടെ ആരോഗ്യം നമ്മുടെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ബോഡിയുടെ ഹെൽത്തി ആയിട്ട് വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്. നമ്മുടെ വായിലുണ്ടാവുന്ന പല റീസൺസ് നമ്മുടെ ബോഡിയിലെ ജനറൽ ആയിട്ടുള്ള ഹെൽത്തിനെ വരെ അഫക്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ നമ്മൾ കഴിയുന്നതും 6 മാസമൊക്കെ കൂടുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ട് നമ്മൾ ഇത് പരിശോധിക്കേണ്ടത് ആണ്. നമ്മളിപ്പോൾ പ്രോപ്പറായിട്ട് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാത്ത ഇൻഫെക്ഷൻസൊക്കെ അത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പല്ലിലൊരു ചെറിയ കേടാണ്, നമ്മൾ അതിപ്പോൾ വേദനയൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ മജ്ജയായ പൾപ്പിലോട്ട് ബാധിക്കാനും അപ്പോൾ അവിടെ നിന്ന് ഈ വേരിൻ്റെ അവിടെ ഉള്ള എല്ലിലോട്ട് ബാധിക്കാനും അതുവഴി ഈ എല്ലിലോട്ട് ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെൻ്റൽ ഇൻഫെക്ഷൻസ് നമ്മൾക്ക് എന്താ പറയുക നമ്മുടെ വേറെ ശരീരത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ വരാനുള്ള ചാൻസുകളുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലിൻ്റെ അവിടെ നിന്നുള്ള ഇൻഫെക്ഷൻസ് ഇത് നേരെ നമ്മുടെ സ്പേസ് ഇൻഫെക്ഷൻസ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സ്പേസ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മസിൽസ്, നമ്മുടെ ഈ വായിലൊക്കെയുള്ള മസിൽസിൻ്റെ ഇടയിലുള്ള സ്പേസിലോട്ട് വരാനും അതുകൂടാതെ നമ്മുടെ ത്രോട്ടിലോട്ട് ചെല്ലാനും അതും കൂടാതെ ഇതുവഴി നമ്മുടെ മീഡിയാസ്റ്റീനത്തിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ട് ഉള്ള ഒരു കണ്ടീഷൻസ് ആണ്. ഡയബറ്റീസ് പേഷ്യൻസിലെ ഡയബറ്റീസും മോണരോഗവും തമ്മിൽ വളരെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് മോണരോഗം വരാനും മോണരോഗമുള്ളവർക്ക് ഡയബറ്റീസ് വരാനും വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഡെൻ്റൽ ഇൻഫെക്ഷൻസ് നമ്മൾ നിസ്സാരക്കാരനായിട്ട് വിചാരിക്കരുത്. ഈ ഡെൻ്റൽ ഇൻഫെക്ഷൻ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പോയിട്ട് നമ്മൾക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വായല്ലേ പല്ലല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിനൊന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇരിക്കരുത്. ഇത് നമ്മുടെ ജീവന് തന്നെ ഹാനികരം ആവുന്നതാണ്, ഏറ്റവും വലിയ ആപത്തായിട്ട് മാറാവുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.